വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ് ഇട്ട രഘുറാമൻ മാപ്പുമായി വന്നിട്ടുണ്ട്. അപ്പോൾ അവന്റെ ഒരു മാപ്പ് പറച്ചിൽ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. ബ്രോ, എനിക്കത് അബദ്ധം പറ്റിപ്പോയതായിരുന്നല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പോയ ഒരു കാര്യമാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഞാൻ ഫുൾ ഫിറ്റായിരുന്നു. ഞാൻ ആകെ കാലത്ത് മുതൽ നല്ല മദ്യത്തിൽ നല്ല കുളിച്ച് കിടക്കാറുണ്ട് ഇന്നലെ. അപ്പം ഞാൻ ആ സമയത്ത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ സതീഷ് മാധവൻ്റെ പോസ്റ്റ് പോലും ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. ആ വിഷയം പോലും ഞാൻ കണ്ടില്ല. ഞാനൊരു മുസ്ലിങ്ങളുടെ പേര് കണ്ടു, ഉടനെ ഞാൻ അങ്ങ് കയറി അപ്പം അങ്ങനെ ഒരു കാരണം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ചേർത്തലയിൽ മറ്റേ ആ കുഴിമന്തി ഹോട്ടലിൽ മറ്റേ വിഷുവിൻ്റെ ആ ഒരു വിഷയമുണ്ട്. വിഷു ബ്രോഷർ ഇറക്കിയതിൽ, വിഷു ആശംസകൾ ബ്രോഷർ ഇറക്കിയതിൽ ഉണ്ണിക്കണ്ണനെ കൊണ്ട് കുഴിമന്തി തിരിക്കുന്നതും, അതുപോലെ അതിൻ്റെ അപ്പുറത്ത് മറ്റേ ഷിയാസ് കരീം എന്ന് പറയുന്നവൻ ബീഫ് മറ്റേ എന്താ പറയുക ബിഗ് ബോസിലുണ്ടായിരുന്ന ഒരു ലേഡി വിന്നറിനെ കൊണ്ട് നീ സംഖ്യയായോ, നീ ആ കുട്ടി ബീഫ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നീ സംഖ്യയായോ എന്ന് ചോദിച്ചിട്ട് അവൻ്റെ ഒരു കമൻറ്റ്. അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെയുള്ള ഒരു അമർഷം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു അമർഷത്തിൻ്റെ ബേസ് എൻ്റെ ഉള്ളിൽ കിടക്കണമെന്നുകൊണ്ടാണ് ഞാൻ ഇന്നലെ നല്ല അസൽ കള്ളായിരുന്നു, മദ്യമായിരുന്നു. ഞാൻ നോർമലി ഞാൻ അങ്ങനെയൊന്നും പറയുന്ന ഒരാളൊന്നും അല്ല, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് ഇഷ്ടംപോലെ മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. മുസ്ലിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും ജോലി ചെയ്യുന്നത്. ഞാനിപ്പോഴും ജോലി ചെയ്യുന്ന ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥാപനത്തിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അവർ തരുന്ന അന്നം തന്നെയാണ്. മാസം 16,000 രൂപയാണ് എൻ്റെ ശമ്പളം. ആ ശമ്പളം മേടിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ. എനിക്ക് അതിലൊരു മടിയില്ല അത് പറയാനായിട്ട്. സുഹൃത്തെ, എനിക്ക് എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പം ഈ എന്താ പറയുക, മതമല്ല, ഒരുതരം ഇത്തരം ബ്ലഡി ഇഡിയറ്റ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നതിന് ഒരു അമർഷം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു കമന്റ് ഇട്ടത്. മനസ്സിലായോ? അതും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സതീഷ് മാധവന്റെ പോസ്റ്റിലാണ് ഞാൻ ആ കമന്റ് ഇട്ടത്. ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കുന്നുമില്ല. ഞാനൊരു ഇസ്ലാം വിരുദ്ധനോ ഇസ്ലാമോഫോബിക്കൊന്നുമല്ല. പക്ഷേ തീവ്രവാദത്തിനെതിരെ ഞാൻ എന്നും ശക്തമായിട്ട് ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. ഇസ്ലാം മത തീവ്രവാദത്തിന് അല്ലെങ്കിൽ താലിബാനിസത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്യണ്ട. ഇവിടെ നോർമലി ഒരു മുസ്ലിമിനെ നമ്മൾ എതിർക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. സുഹൃത്തെ, എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ജീവിതത്തിൽ മുസ്ലിം വിരുദ്ധനൊന്നുമല്ലപ്പാ. എന്തിനു മുസ്ലിം വിരുദ്ധമായിരിക്കും? മനുഷ്യനായി കാണുന്ന ഞാനൊരു ഫെമിനിസ്റ്റാണ്. അത് തർക്കമൊന്നും വേണ്ട. ഞാനൊരു ഫെമിനിസ്റ്റാണ്. എൻ്റെ എന്താ പറയുക, എൻ്റെ ടാറ്റു കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഞാനൊരു ഫെമിനിസ്റ്റാണ്, പക്ക 100% ഫെമിനിസ്റ്റാണ്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ മതമൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില ഈ കറകളാണ് നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും നമുക്ക് എന്താ പറയുക ഓവർഫ്ലോ ആവുന്നത്. അപ്പോൾ അവൻ കുറേ വെളിപ്പെടുത്തലും കുറച്ച് മാപ്പ് പറച്ചിലൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം എന്താണ്, സംഭവം അങ്ങ് കയറി കത്തി വിവാദമായിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നത് അവൻ മുസ്ലിംസിനെ അപമാനിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എടാ ഡാഷ് മോനെ, അപ്പം നിനക്കിനി എത്ര തന്നെ വിദ്വേഷമുണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് പേർക്ക് ഈ വക കാര്യങ്ങളൊക്കെ വിദ്വേഷം ഉണ്ടായിട്ടുണ്ട്. ഇനി എത്രയൊക്കെ വിദ്വേഷമുണ്ടെന്ന് പറഞ്ഞാലും അതേപോലെ ഒരു ദുരന്ത പോസ്റ്റിലാണോ നീ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു കമൻറ്റ് നീ ഇടുന്നത്? അത്രയും പേര് മരിച്ച സംഭവം, ആ ഒരു ദുരന്ത വാർത്ത അറിഞ്ഞ് ഞെട്ടലിൽ നിൽക്കുകയാണ് കേരളം. അതുമാത്രമല്ല, അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ വിങ്ങിപ്പൊട്ടി. അവരുടെ ഉറ്റവരും ഉടയവരും മാത്രമല്ല, ഈ നാട് മുഴുവൻ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം നമുക്ക് കേട്ടിട്ട് പോലും അത് താങ്ങാനാവാത്ത അത്രയും അധികം ദുഃഖമുള്ളിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് നീ ആ ഒരു പോസ്റ്റിൻ്റെ ഇടയിൽ വന്ന് ഇമ്മാതിരി കമൻറ്റ് ഇട്ടത്. പിന്നെ ഇവൻ പറയുന്നു ഇവൻ ഒരു മുസ്ലിമിൻ്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് 16,000 രൂപയാണ് ഇവൻ്റെ സാലറി, അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരെ നിന്ദിക്കത്തില്ല. പിന്നെ നീ നിന്ദിക്കാതെ എന്താണ് ഇപ്പോൾ കാണിച്ചത്? നിന്ദിക്കാതെ പിന്നെ എന്തുവാണ് നീ കാണിച്ചത്? നീ മതവിദ്വേഷം പറഞ്ഞതല്ല, പിന്നെ എന്താണ് പറഞ്ഞത്? നീ ആ കമൻറ്റിനകത്ത് ഇട്ടിരിക്കുന്നത് എന്താണ്? എല്ലാം നീ മതവിദ്വേഷം തന്നെയല്ലേ നീ പറഞ്ഞ? അവരുടെ ഷോപ്പിൽ വർക്ക് ചെയ്ത് അവർ തരുന്ന പൈസ കൊണ്ട് അന്നമുണ്ടിട്ട് അവരെ തന്നെ കുറ്റപ്പെടുത്തുന്നു, അവരെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നു, അവരുടെ മരണത്തെ ആക്ഷേപിക്കുന്നു, സന്തോഷിക്കുന്നു. ഇതാണ് നീ ചെയ്ത തെറ്റ്. എന്നിട്ട് നീ പറയുന്നു നീ മതവിദ്വേഷം പകർത്തിയല്ല, നീ തീവ്രവാദിയല്ല, നീ ഒന്നുമല്ല, നീ മാങ്ങയല്ല തേങ്ങയല്ല, നീ വെള്ളത്തിൻ്റെ പുറത്തായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ നിന്നെപ്പോലെ മണ്ടന്മാരാണോ? അത്രയും മോശമായിട്ട് ആ രീതിയിൽ മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു രീതിയിൽ കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സ് എത്രത്തോളം ഉണ്ട്? നീ ഇപ്പോൾ പറഞ്ഞില്ലേ ഫെമിനിസ്റ്റ് ആണെന്ന്. ഫെമിനിസ്റ്റ് നീ അതൊന്നുമല്ല, നീ ശരിക്കും ഒരു തീവ്രവാദിയാണ്. തീവ്രവാദികൾ ചിന്തിക്കുന്ന അതേ ഒരു റൂട്ടിലാണ് നിൻ്റെ ആ ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നീ പറഞ്ഞ പോലെ നിൻ്റെ ഉള്ളിൽ തീവ്രവാദമില്ലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ നീ മതം വെച്ചിട്ട് പറഞ്ഞതല്ലെന്നോ ഒന്നും പറയാനായിട്ട് വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നിന്നെ ജോലിക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥാപനം നീ വളർത്തുകയല്ല, അത് തളർത്താനായിരിക്കും നോക്കുന്നത്. നീ അവിടെ നിന്നുകൊണ്ട് അവരെ മുടിപ്പിക്കാനേ നീ നോക്കത്തുള്ളൂ. നീ ഏത് സ്ഥാപനത്തിലാണെന്നൊന്നും നീ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പം നിന്നെപ്പോലെ ഒരു തന്നെ അവിടെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനം തന്നെ മുടിഞ്ഞു പോകത്തുള്ളൂ. കാരണം 8-9 പേര് മരിച്ച ആ ഒരു പോസ്റ്റിൽ ഇമാതിരി കമൻ്റ് ഇട്ട് സന്തോഷിച്ച നിന്നെപ്പോലെ ഒരു നികൃഷ്ട ജീവിയെ ജോലിക്ക് വെച്ചാൽ ആ സ്ഥാപനം തന്നെ ഇല്ലാതായി പോകും. മദ്യപിച്ച് വീട്ടിൽ വരുമ്പം അമ്മ ഏതാ പെങ്ങൾ ഏതാന്ന് ഇവർക്ക് തിരിച്ചറിയത്തില്ലേ? അല്ലെ മദ്യപിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലേ? അപ്പം ഈ 8-9 പേര് മരിച്ച ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ നിനക്ക് ഇങ്ങനെ തോന്നിയത്? നിൻ്റെ ഉള്ളിൽ നിറച്ച് മദ്യമായതുകൊണ്ട്. അപ്പം മദ്യപിക്കുന്ന നിൻ്റെ മുന്നിൽ നിൻ്റെ മകളോ അല്ലെങ്കിൽ നിൻ്റെ അമ്മയോ വന്ന് നിന്നാൽ എന്താവും അവസ്ഥ?
നീ ഫുൾ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് പോലും നിന്റെ മുന്നിൽ വന്ന് നിൽക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. കാരണം ഇത്രയും പേര് മരിച്ച ഒരു പോസ്റ്റിൽ ഇമ്മാതിരി കമന്റ് ഇടാൻ നിന്റെ ഉള്ളിലെ മദ്യമാണ് കാരണമാക്കിയതെങ്കിൽ, ഇത്രയും ഇതുപോലെ വെള്ളത്തിൽ നിൽക്കുന്ന, ഇതുപോലെ മദ്യം കഴിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്റെ മുന്നിൽ ഒരു സ്ത്രീയോ ഒരു കുട്ടിയോ പെട്ടാൽ എന്താവും അവരുടെ അവസ്ഥ? അപ്പൊ ഇവനെ സൂക്ഷിക്കണ്ടേ? ഇവനെ സൂക്ഷിക്കണം.